രാവിലെ എഴുന്നേറ്റയുടൻ തന്റെ വയസ്സായ പിതാവിനരികിലേക്ക് റഹീം വന്നുകൊണ്ട് പറഞ്ഞു: ബാപ്പാ, ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ബാപ്പ എൻ്റെ കൂടെ വരണം. വളരെ ആശ്ചര്യത്തോടെ പിതാവ് മകന്റെ മുഖത്തേക്ക് നോക്കി. ഇത് കണ്ടപ്പോൾ റഹീം വീണ്ടും പിതാവിനോട് പറഞ്ഞു: ബാപ്പാ, ഇന്ന് എൻ്റെ കൂടെ നിങ്ങളും ആ സ്ഥലത്തേക്ക് വരണം എന്നായിരുന്നു. വളരെ കൗതുകത്തോടെയും ചിന്തകളോടെയും അദ്ദേഹം ആ വാക്കുകൾ കേട്ടത്. കാരണം ഇന്നേ വരെ തൻ്റെ മകൻ റഹീം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. എവിടേക്കും എന്നെ കൂട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ എവിടേക്കാണ് ഇന്ന് എന്നെ കൂട്ടിയിട്ട് പോകുന്നത് എന്നുള്ള ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. എങ്കിലും തൻ്റെ മകൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം യാത്രയ്ക്ക് വേണ്ടി കുളിച്ചൊരുങ്ങി, യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി. ആ സന്ദർഭത്തിൽ റഹീം പുതുതായി വാങ്ങിയ ബാഗിൽ തൻ്റെ ബാപ്പയുടെ ഡ്രസ്സുകളൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ബാപ്പ ചോദിച്ചു: എന്തിനാണ് എൻ്റെ ഡ്രസ്സുകൾ തയ്യാറാക്കുന്നത്? അപ്പോൾ അവിടുന്ന് മകൻ പറഞ്ഞു: ബാപ്പ, ഒരു ദൂരയാത്രയാണ്, അതുകൊണ്ടാണ് ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുന്നത്. അതൊന്നും അദ്ദേഹം കാര്യമാക്കാതെ വണ്ടിയിൽ കയറി. റഹീം ബാപ്പയുടെ ബാഗും എടുത്തിട്ട് വണ്ടിയിൽ കയറി നേരെ പോയത് ഒരു കോമ്പൗണ്ടിലേക്കായിരുന്നു. ബാപ്പാക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ല ഇതേതാണ് സ്ഥലം എന്നത്. ബാപ്പയും റഹീമും കൂടി പുറത്തേക്കിറങ്ങി. അങ്ങനെ റഹീം തൻ്റെ പിതാവിനെയും കൂട്ടി ബാഗും എടുത്തുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ കണ്ട കാഴ്ച ആ പിതാവിനെ വളരെ സങ്കടപ്പെടുത്തുന്നതായിരുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്നത് തന്നെ പോലെയുള്ള ഒരുപാട് മനുഷ്യർ അവിടെ അങ്ങുമിങ്ങുമായി നടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ബാപ്പാക്ക് ഒരുപാട് സങ്കടമായി. അവിടുന്ന് റഹീം തൻ്റെ ബാപ്പയോട് പറഞ്ഞു: ബാപ്പാ, ഇനി നിങ്ങൾ താമസിക്കേണ്ട സ്ഥലം ഇവിടെയാണ്, അല്ലാതെ എൻ്റെ വീട്ടിലല്ല നിങ്ങൾ ഇനി താമസിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ ബാഗ് ബാപ്പക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം തിരിച്ചും കാറിലേക്ക് കയറാൻ വേണ്ടി മടങ്ങി. അപ്പോൾ പിന്നിൽ നിന്ന് പിതാവ് വിളിച്ചു: മോനെ റഹീമേ, ഒന്ന് നിൽക്കൂ. ഒന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും നടന്നുകൊണ്ടേയിരുന്നു. വീണ്ടും ബാപ്പ വിളിച്ചു: മോനെ റഹീം, ഒന്ന് നിൽക്കണേ. അങ്ങനെ വിളിച്ചപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കി. റഹീം കണ്ടത് തൻ്റെ കരഞ്ഞു കലങ്ങിയ പിതാവിൻ്റെ മുഖമായിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് ഭാവവ്യത്യാസമുണ്ടായിരുന്നില്ല. പിതാവ് അടുത്തെത്തിക്കൊണ്ട് പറഞ്ഞു: മോനെ, ഈ ബാഗ്, ഇതിലുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബാഗ് നിന്റെ കയ്യിൽ തന്നെ വെച്ചോളൂ. കാരണം ചിലപ്പോൾ നിന്റെ വളർന്നു വരുന്ന നിന്റെ മകന് ഇതാവശ്യമായേക്കാം. ഇത് പറഞ്ഞപ്പോയായിരുന്നു റഹീം തരിച്ചു പോയത്. കാരണം തൻ്റെ മകനും ചിലപ്പോൾ എന്നെ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടാക്കിയേക്കാം. അവിടെ നിന്ന് തൻ്റെ ബാപ്പയുടെ കാൽക്കൽ വീണ് താണു കേണപേക്ഷിക്കുകയായിരുന്നു ആ മനുഷ്യൻ. പിന്നീട് തൻ്റെ ബാപ്പയെയും കൂട്ടി വളരെ സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, നമ്മൾ ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് പരിഗണിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ ആയിരിക്കണം. ഇന്ന് നിങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അതൊക്കെ നിന്റെ സമ്പത്ത് കണ്ടിട്ടാവാം, നിന്റെ വീട് കണ്ടിട്ടാവാം, നിന്റെ പണം കണ്ടിട്ടാവാം. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നിന്റെ കൂടെയുള്ളവരെല്ലാം നിന്നെ ഇപ്പോൾ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനൊക്കെ മുമ്പ്, നീ ജനിക്കുന്നതിന് മുമ്പ് നിനക്ക് സൗന്ദര്യമുണ്ടോ, നീ കറുത്തവനാണോ വെളുത്തവനാണോ, നിനക്ക് കൈയുണ്ടോ കാലുണ്ടോ ബുദ്ധിയുണ്ടോ എന്നറിയുന്നതിന് മുമ്പ് നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ ആ 2 പേർ നിന്റെ ബാപ്പയും നിന്റെ ഉമ്മയുമാണ്. അവർക്കായിരിക്കണം ഈ ലോകത്ത് ഏറ്റവും നല്ല പരിഗണന നാം നൽകേണ്ടത്. അത് എപ്പോഴും എന്നും അങ്ങനെയായിരിക്കണം. മറ്റൊരു കഥയുമായി സ്റ്റോറി ഹബ്ബിൽ വീണ്ടും കാണാം.